യൂറോപ്പിന്റെ ഹാർട്ട് ബീറ്റ് സംഗീതത്തിലായിരുന്നുവെങ്കിൽ അതിന്റെ സൗണ്ട് ട്രാക്ക് തീർച്ചയായും യൂറോവിഷൻ സോങ് കോൺടെസ്റ്റ് ആകുമായിരുന്നു. ഓരോ വർഷവും ഫാഷനുകളും അവിസ്മരണീയമായ വോക്കൽസും ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വോട്ടിംഗ് പാറ്റേൺസും കൊണ്ട് ഞെട്ടിക്കുന്ന ഈ ഗ്ലോബൽ ഫെസ്റ്റ് ഇത്തവണ ഒരു പൊളിറ്റിക്കൽ സുനാമിയിൽ പെട്ടിരിക്കുന്നുവെന്ന് വേണം പറയാൻ. 2026 യൂറോവിഷൻ സോങ് കോൺടെസ്റ്റ് അതിന്റെ 70ാം ആനിവേഴ്സറിക്ക് തയ്യാറെടുക്കുമ്പോൾ ഗാസയിലെ മാനവ ദുരന്തത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് 4 രാജ്യങ്ങൾ തങ്ങളുടെ പാട്ടും പെട്ടിയും ഒക്കെ എടുത്ത് പുറത്തേക്ക് പോയിരിക്കുന്നു. 2026 യൂറോവിഷൻ സോങ് കോൺടെസ്റ്റിൽ ഇസ്രായേലിനെ പങ്കെടുപ്പിക്കാനുള്ള ഡിസിഷനെതിരെ 4 പ്രധാന യൂറോപ്യൻ രാജ്യങ്ങൾ സധൈര്യം രംഗത്ത് വന്നിരിക്കുന്നു. അയർലൻഡ്, നെതർലാൻഡ്സ്, സ്ലൊവേനിയ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് ഗാസയിലെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിൽ പ്രതിഷേധിച്ചുകൊണ്ട് മത്സരത്തിൽ നിന്ന് വിഡ്രോ ചെയ്യുമെന്ന് ഔദ്യോഗികമായി അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇത് കേവലം ഒരു സാംസ്കാരിക ബഹിഷ്കരണം മാത്രമല്ല, മറിച്ച് യൂറോപ്പിന്റെ കലയും ധാർമ്മികതയും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് വേണം പറയാൻ. യൂറോവിഷൻ അതിന്റെ നോൺ പൊളിറ്റിക്കൽ സ്റ്റേറ്റസ് നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു. ഒരു ട്രാൻസ്ഫോർമേറ്റീവ് സ്റ്റെപ്പായ ഈ തീരുമാനം യൂറോവിഷന്റെ ഭാവിയെ എങ്ങനെയാണ് ബാധിക്കുക? ഈ വാർത്തയുടെ ഡീറ്റെയിൽസ് പരിശോധിക്കാം. യൂറോവിഷൻ മത്സരത്തിന്റെ ഓർഗനൈസേഴ്സായ യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ (EBU) ജനറൽ അസംബ്ലിയിലാണ് ഈ സുപ്രധാന ഡിക്ലറേഷൻസ് ഉണ്ടായത്. ഇസ്രായേലിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് ഒരു സീക്രട്ട് ബാലറ്റ് നടത്തണമെന്ന ആവശ്യം EBU ഡിഫെൻസീവായി റിജക്ട് ചെയ്തിരുന്നു. ബഹിഷ്കരിച്ച രാജ്യങ്ങൾ തങ്ങളുടെ പിന്മാറ്റത്തിന് പിന്നിലെ പ്രധാന ഫൗണ്ടേഷനായി ചൂണ്ടിക്കാണിക്കുന്നത് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ്. ഗാസയിലെ സിവിലിയൻ ഡെത്ത് ടോൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പങ്കാളിത്തം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇവരുടെയൊക്കെ നിലപാട്. സ്പെയിനിന്റെ ദേശീയ പ്രക്ഷേപകരായ RTVE ബഹിഷ്കരണം പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇസ്രായേൽ ഈ ഗ്ലോബൽ ഇവന്റ് പൊളിറ്റിക്കൽ പർപ്പസുകൾക്കായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. അവർ മുന്നോട്ട് വെച്ച പ്രധാന ആശയം യൂറോവിഷൻ അതിന്റെ സാംസ്കാരിക ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്നാണ്. അയർലൻഡിലെ RTE തങ്ങളുടെ പ്രസ്താവനയിൽ മോറൽ അക്സെപ്റ്റൻസ് എന്ന വാക്ക് ഉപയോഗിച്ചു. നിലവിലെ സാഹചര്യത്തിൽ പങ്കെടുക്കുന്നത് അയർലൻഡിന്റെ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്നും അവർ വ്യക്തമാക്കി. യൂറോവിഷൻ വേദിക്ക് നേരെ ഉയരുന്ന ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് പോളിസിയെ കുറിച്ചാണ്. 2022 യുക്രൈനെതിരെ ഇൻവേഷൻ നടത്തിയതിന് ശേഷം റഷ്യൻ ബ്രോഡ്കാസ്റ്ററുകളെ യൂറോവിഷനിൽ നിന്ന് EBU ബാൻ ചെയ്തിരുന്നു. പൊളിറ്റിക്കൽ മോട്ടിവേഷനോട് കൂടിയ സൈനിക നടപടികൾ യൂറോവിഷൻ എന്റർടൈൻ ചെയ്യില്ല എന്നായിരുന്നു അന്നെടുത്ത നിലപാട്. ഈ സാഹചര്യത്തിലാണ് ഗാസയിലെ കൂട്ടനരഹത്യയെ തുടർന്ന് ഇസ്രായേലിനെതിരെ സമാനമായ നടപടി എടുക്കാത്തത് ഡിപ്ലോമാറ്റിക് തലത്തിൽ വലിയ ചർച്ചയാകുന്നത്. അതേസമയം യൂറോവിഷൻ നാഷണൽ ഗവൺമെന്റുകൾ തമ്മിലുള്ള മത്സരമല്ല, മറിച്ച് പബ്ലിക് ബ്രോഡ്കാസ്റ്ററുകൾ തമ്മിലുള്ളതാണെന്നും ഇസ്രായേലിന്റെ കാൻ പ്രക്ഷേപകൻ എല്ലാ റൂൾസും റെഗുലേഷൻസും പാലിക്കുന്നുണ്ടെന്നും EBU വാദിച്ച് നിലയുറപ്പിക്കുന്നു. ഈ റീസണിംഗ് അംഗീകരിക്കാൻ 4 രാജ്യങ്ങൾ തയ്യാറല്ല എന്നതിലാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഉടലെടുത്തത്. ഈ വിഡ്രോവൽ യൂറോവിഷന്റെ ഗ്ലോബൽ ഇമേജിന് നൽകുന്ന ഡാമേജ് വളരെ വലുതാണ്. ഇത് യൂറോവിഷൻ മത്സരത്തിന്റെ പ്രൗഢിയും ജനപ്രീതിക്കും ഇത് വലിയ കോട്ടം വരുത്തും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഈ രാജ്യങ്ങളുടെ ആർട്ടിസ്റ്റുകളെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇത് മാത്രമല്ല, ഈ 4 രാജ്യങ്ങളുടെ ശക്തമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മറ്റു രാജ്യങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. നോർഡിക് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ യൂറോവിഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പിന്മാറുമോ എന്ന വലിയ കൺസേൺ ഇപ്പോൾ നിലനിൽക്കുന്നു. ഓസ്ട്രേലിയയിലെ വിയന്നയിൽ വെച്ച് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന യൂറോവിഷൻ മത്സരം ഇപ്പോൾ സംഗീതത്തിന്റെ സെലിബ്രേഷൻ എന്നതിനേക്കാൾ ഉപരിയായി പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിന്റെ വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കലയും ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസും തമ്മിലുള്ള ഈ മൽപ്പിടുത്തത്തിൽ 4 രാജ്യങ്ങൾ തങ്ങളുടെ ധാർമ്മികമായ കടമ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ പങ്കാളിത്തം സംബന്ധിച്ച ഇഷ്യൂ ഇത്രയും ഹൈലൈറ്റ് ചെയ്യപ്പെട്ട സ്ഥിതിക്ക് യൂറോവിഷൻ സംഘാടകർക്ക് ഇനി വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങേണ്ടി വരുമോ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര സമൂഹം ഉന്നയിക്കുന്നത്. സംഗീതം അതിരുകൾ മായ്ക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ പോലും യൂറോവിഷൻ 2026 തെളിയിക്കുന്നത് ധാർമ്മികതയുടെ അതിർത്തികൾ നിലനിൽക്കുന്നു എന്നാണ്. 4 രാജ്യങ്ങളുടെ ഈ ശക്തമായ വിഡ്രോവൽ കേവലം ഒരു മത്സരത്തിൽ നിന്നുള്ള പിന്മാറ്റമല്ല, മറിച്ച് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സാമൂഹിക മനസ്സാക്ഷി ഉണർന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. റഷ്യയ്ക്ക് ഒരു നീതിയും ഇസ്രായേലിന് മറ്റൊരു നീതിയും എന്ന EBUവിന്റെ ഇരട്ടത്താപ്പ് നയം ചോദ്യം ചെയ്യപ്പെട്ടതോടെ യൂറോവിഷൻ മത്സരത്തിന്റെ വിശ്വാസ്യത ഒരു വലിയ റിസ്കിലാണ് എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ ധാർമ്മിക പക്ഷം ചേർന്ന് ഈ ബഹിഷ്കരണത്തിന്റെ ഭാഗമാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വേൾഡ് ഇവന്റിന്റെ ഭാവി തന്നെ. കലയും മാനുഷിക മൂല്യങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം എങ്ങോട്ടെത്തുമെന്നത് യൂറോപ്പിന്റെ രാഷ്ട്രീയ ഭാവിക്ക് പോലും നിർണായകമായേക്കാം.